ഇപ്പം കേരളം എന്ന് പറയുന്നൊരു സങ്കല്പം, കേരളം മലയാളികളുടെ മാതൃഭൂമിയാണെന്ന് പറയുമ്പോൾ കേരളം ഉണ്ടായതിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ പോലും മലയാളികൾ ഉണ്ടാക്കിയതാണ് കേരളം എന്ന ചർച്ചയില്ല. കേരളം സൃഷ്ടിച്ചത് ആരാണ്? കേരളം സൃഷ്ടിച്ചത് പരശുരാമനാണ് എന്ന് പറയുകയും പരശുരാമന്റെ പ്രതിമ ഒരു ചരിത്ര മ്യൂസിയത്തിന്റെ മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്നവർ കൂടിയാണ് മലയാളി. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഒരു സർവകലാശാലയിൽ പരശുരാമനാണ് കേരളം സൃഷ്ടിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഒരു ഗവേഷണ പ്രബന്ധം ഉണ്ടായ സ്ഥലമാണ് കേരളം. അത്തരം ഒരു PhD തീസീസിന്റെ പ്രീ സബ്മിഷൻ സെമിനാറിൽ ഞാൻ കേൾവിക്കാരനായിട്ടുണ്ടായിരുന്നു. അതിന് ജിയോളജിക്കലായ ധാരാളം തെളിവുകളൊക്കെ ഉദ്ധരിച്ച് കേരളമാകുന്ന ഭൂമി ഇങ്ങനെ സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്നതൊക്കെ പറഞ്ഞിട്ടാണ് പരശുരാമൻ കേരളം സൃഷ്ടിച്ചു എന്ന് ആ സ്കോളർ വാദിച്ചുറപ്പിച്ചത്. തന്നെയല്ല, പിന്നീട് വന്ന ചരിത്ര പണ്ഡിതന്മാർ ബ്രാഹ്മൺ സെറ്റിൽമെന്റ്സ് ഇൻ കേരള എഴുതി കേരള ചരിത്രത്തെ നമ്പൂതിരി ബ്രാഹ്മണരുടെ സെറ്റിൽമെന്റ് ആക്കി മാറ്റിയെടുത്തു. കേരളത്തിലെ പ്രമുഖരായ ചരിത്ര പണ്ഡിതന്മാർ, പേര് പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നോക്കൂ, പുലയ സെറ്റിൽമെന്റ്സ് ഇൻ കേരള അന്നൊരു പുസ്തകം പോലും ഉണ്ടായിട്ടില്ല. പക്ഷേ കേരളത്തെ ഉണ്ടാക്കിയത് ആരാണ്? ഈ പുലയരും പറയരും ആദിവാസികളും അരികുവൽക്കരിക്കപ്പെട്ട ജനങ്ങളാണ് കേരളത്തെ കേരളമാക്കിയെടുത്തത്, കേരളത്തെ സൃഷ്ടിച്ചെടുത്തത്. പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ എവിടെയും ആരില്ല ഈ പറയുന്ന അധ്വാന ജനവിഭാഗങ്ങൾ കേരള ചരിത്രം സൃഷ്ടിച്ചെടുത്തതിൻ്റെ ചരിത്രത്തിലില്ല എന്നുള്ളതാണ്. പകരം ചരിത്രമുണ്ടാക്കിയത് ബ്രാഹ്മണരാണ് എന്ന തീസീസ് എഴുതി ഉണ്ടാക്കി. ബ്രാഹ്മൺ സെറ്റിൽമെന്റ്സ് ഇൻ കേരള, കേരള ചരിത്രം സൃഷ്ടിച്ചത് ബ്രാഹ്മണരാണ് എന്ന് സ്ഥാപിച്ചു എന്നുള്ളതാണ്. കേരളത്തിലേക്ക് കൃഷി കൊണ്ടുവന്നത് ബ്രാഹ്മണരാണെന്ന തീസീസ് കൊണ്ടുവന്നു. ഏത്? മണ്ണിൽ കുനിഞ്ഞ് പണിയെടുക്കാത്ത, ഒരു പുല്ല് പോലും പറിക്കാത്ത ബ്രാഹ്മണരാണ് കൃഷി കൊണ്ടുവന്നത്. ഋഗ്വേദം നിങ്ങൾ മുഴുവൻ പരിശോധിച്ചാൽ ഈ ആര്യബ്രാഹ്മണർ വിപുലമായി കൃഷി ചെയ്തതിൻ്റെ ഒരു ചരിത്രവും നമുക്ക് ഋഗ്വേദത്തിൽ കാണാൻ കഴിയും. പശുപാലനം കൃത്യമായിട്ട് നടന്ന ബ്രാഹ്മണർ അവർക്ക് കഴിക്കാൻ ചില ഗോതമ്പോ അരിയോ ഒക്കെ കൃഷി ചെയ്തു എന്നതിൽ കവിഞ്ഞ് വിപുലമായ കൃഷിയുടെ പാരമ്പര്യം ആര്യബ്രാഹ്മണർക്കില്ല. ഇങ്ങനെയുള്ള ബ്രാഹ്മണരാണ് കേരളത്തിൽ കൃഷി കൊണ്ടുവന്നുവെന്നും കേരളത്തിലേക്ക് ജ്യോതിശാസ്ത്ര പാരമ്പര്യം കൊണ്ടുവന്നു എന്നും കേരളത്തിലെ പ്രമുഖ ചരിത്ര പണ്ഡിതന്മാർ തീസീസ് എഴുതി ഉണ്ടാക്കിയത്. പക്ഷേ കേരളത്തിലെ ജ്യോതിശാസ്ത്ര പാരമ്പര്യം പരിശോധിച്ചാൽ അറിയാം, ഈ ആര്യബ്രാഹ്മണർക്ക് ജ്യോതിശാസ്ത്രവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നു. അവർക്ക് മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന ഫലിത ജ്യോതിഷവുമായിട്ടായിരുന്നു ബന്ധം. കേരളത്തിൽ ലഭ്യമായിട്ടുള്ള തിരുവല്ല ഗ്രന്ഥവരിയിലും തിരുപ്പുലിയൂർ ഗ്രന്ഥവരിയിലും 2 പരാമർശങ്ങൾ കാണാം. മുഹൂർത്തം വാമനപ്പണിക്കർ പണമൊന്ന്, മുഹൂർത്തം പാടകശ്ശേരിക്ക പണമൊന്ന് എന്ന് കാണാം. അതായത് മുഹൂർത്തം നോക്കിക്കൊണ്ടിരുന്ന ആരാണ്? അബ്രാഹ്മണരായിട്ടുള്ള പണിക്കർമാരാണ് കേരളത്തിൽ മുഹൂർത്തം നോക്കിക്കൊണ്ടിരുന്നത്. പിൽക്കാലത്ത് 1600കളിൽ കേരളത്തിൽ രചിക്കപ്പെടുന്ന മുഹൂർത്ത പദവി എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് ഭാഷ്യം എഴുതുമ്പോൾ പുറയന്നൂർ നമ്പൂതിരിപ്പാട് എഴുതിയത് മറ്റാരും തന്നെ ജ്യോതിഷം കൈകാര്യം ചെയ്യുവാൻ പാടില്ല, മറ്റു ബ്രാഹ്മണേതരായിട്ടുള്ള ആളുകൾ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നത് പാപമാണ് എന്ന് പുറയന്നൂർ നമ്പൂതിരിപ്പാട് മുഹൂർത്ത പദവിയുടെ ഭാഷ്യത്തിൽ എഴുതി. എന്തുകൊണ്ടങ്ങനെ എഴുതി? കാരണം അബ്രാഹ്മണ ജനവിഭാഗങ്ങൾക്ക് കേരളത്തിലേക്ക് ബ്രാഹ്മണർ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ജ്യോതിശാസ്ത്ര പരിചയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പുറയന്നൂർ നമ്പൂതിരിപ്പാടിൻ്റെ ഭാഷ്യത്തിൽ നിന്നും അതുപോലെ തന്നെ തിരുവല്ല ഗ്രന്ഥവരിയിൽ നിന്നും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത്. പക്ഷേ ആ അബ്രാഹ്മണ ജനവിഭാഗങ്ങളുടെ അറിവിൻ്റെ ചരിത്രത്തെ സമ്പൂർണമായി പുറന്തള്ളിക്കൊണ്ട് കേരള ചരിത്രത്തെ ഒരു സവർണ ചരിത്രമാക്കി മാറ്റി എന്നുള്ളതാണ് കേരളത്തിൻ്റെ ചരിത്ര രചനയിൽ തന്നെ സംഭവിച്ച ഒരു ഭീകരമായ ഒരു വിപര്യം എന്ന് പറയുന്നത്.